അല്ല, എനിക്ക് കറാട്ടയും കുംഫും അറിയാവുന്നതുകൊണ്ട് സംഗതി വളരെ എളുപ്പമായിരുന്നു. ജാക്കി ചാന്റെ പടങ്ങൾ കാണാറുണ്ടോ? ഇല്ല. എന്താ? അല്ല, ജാക്കി ചാന്റെ ടൈപ്പിലല്ല, വേറെ ടൈപ്പിലാ സണ്ണി ഫൈറ്റ് ചെയ്ത് ഇതേപോലെ കുടിശ്ശിയുള്ള എല്ലാ വണ്ടികളും മുതലാളിയുടെ ഷെഡിൽ കയറ്റിത്തരുന്നവരും ഞങ്ങളേറ്റു. വേണമെങ്കിൽ മുതലാളി ഫിനാൻസ് കൊടുക്കാത്ത പാർട്ടിക്കാരുടെ വണ്ടികളും ഞങ്ങൾ പിടിച്ചോണ്ടുവരാം. അല്ല, അത്രയ്ക്ക് കപ്പാസിറ്റി എനിക്കുണ്ടെന്ന് ഇപ്പം പറയായിരുന്നു. അതാ ഉദ്ദേശിച്ചത്. അല്ല, മറ്റുള്ളവരുടെ വണ്ടികൾ അതൊക്കെ മോശമല്ലേ? നമ്മളെല്ലാരും കൂടി ഒത്തു പ്രവർത്തിച്ച ഈ പുലിക്കാടൻ മുതലാളിക്ക് വച്ചടി കയറ്റമായിരിക്കും അല്ലേ മാഡം? ആലീസേ, സർ, ഇത്രയും ആത്മാർത്ഥതയുള്ള രണ്ട് ചെറുപ്പക്കാരെ നമുക്ക് കിട്ടിയത് ദൈവത്തിന്റെ കൃപ കൊണ്ടാ. അങ്ങനെയൊന്നുമില്ല മുതലാളി. മുതലാളി, ഞങ്ങളുടെ കമ്മീഷൻ. ആ ആലീസേ, സർ. ഇവരുടെ വൗച്ചർ എഴുതി മേടിച്ചിട്ട് കമ്മീഷൻ കൊടുത്തേക്ക്. ഇവിടുത്തെ എല്ലാ പ്രധാനപ്പെട്ട ജോലിയും മാഡത്തിനാണല്ലേ. ഞങ്ങളെപ്പോലെ എഫിഷ്യന്റ് ആയതുകൊണ്ടായിരിക്കും എല്ലാ കാര്യവും മാഡത്തിനെ ഏൽപ്പിക്കുന്നത്. കറക്റ്റ്, വെരി കറക്റ്റ്. ഈ കമ്പനിയുടെ നട്ടല്ല ആലീസ്. അത് കണ്ടാലേ അറിയാം. വെരി ഹാർഡ്. ഇനി ഇങ്ങോട്ട് ഇംഗ്ലീഷും പറഞ്ഞ എല്ലാ കാര്യത്തിനും കയറി വരണ്ട. ആലീസിനെ കണ്ടാ മതി. അതാ ഞങ്ങൾക്കും ഇഷ്ടം. അല്ല, ഇനി എല്ലാ കാര്യത്തിനും ആലീസിനെ കണ്ടാൽ മതി. മുതലാളി വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് പറയാറുണ്ട്. വെരി കറക്റ്റ്. ഇപ്പൊ പിടിച്ചെടുത്തോണ്ടുന്ന വണ്ടി മാത്തച്ഛന്റെ വർക്ക്ഷോപ്പിലോട്ട് ഇട്ടേച്ച് ആ നമ്പർ പ്ലേറ്റ് അയച്ചോണ്ട് വാ. മോളി ആട്ടോ കുറിച്ച് അറിയത്തില്ലയോ? ആലീസിന്റെ അപ്പച്ചന്റെ വർക്ക്ഷോപ്പാ അത് വളരെ സൗകര്യമായി. അല്ല, അടുത്തായതുകൊണ്ട് വളരെ സൗകര്യം പറയായിരുന്നു. കറക്റ്റ്. ആരെയും മാത്തച്ഛൻ ഞാനാ. ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഒന്ന് അയച്ചു തരണം. പേടിക്കണ്ട, വണ്ടി മോഷ്ടിച്ചൊന്നുമല്ല. പുലിക്കാട് മുതലാളി പറഞ്ഞു വിട്ടതാ. അയ്യോ, ആണോ? വണ്ടി ഇവിടെ കയറ്റിയിട്ടേക്കാൻ പറഞ്ഞു. എടാ, ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഒന്ന് അടിച്ചു കൊടുത്തേ. നമ്മളെ മനസ്സിലായില്ലല്ലോ. ഞങ്ങളവിടെ പുതിയതായിട്ട് വന്ന സ്റ്റാഫാ. എന്റെ മോള് അവിടുത്തെ സ്റ്റാഫാ, ആലീസ്. ആലീസ് ചേട്ടന്റെ മോളാ? കണ്ടാ പറയത്തില്ല കേട്ടോ. ഓ, ഇനി ചിലപ്പോ ആലീസിന്റെ അമ്മച്ചിയുടെ ചായ ആയിരിക്കും. ചില കേസുകളിൽ അങ്ങനെയും വരാറുണ്ട്. പിന്നെ ആലീസല്ലേ ഇവിടുത്തെ ഓളിനോൾ. മുതലാളിക്ക് അവിടെ വലിയ കാര്യമാണ്. ചേട്ടന് ഒരു മോളോ ഉള്ളോ? ഏയ്, എനിക്ക് 4 പെൺപിള്ളേരാ. ആലീസ് മൂന്നാമത്തേതാ. അപ്പൊ പെൺകുട്ടികളുള്ള ഒരു സന്തുഷ്ട കുടുംബമാണല്ലോ ചേട്ടന്റേത്. മൂത്തവർ രണ്ടുപേരും എവിടെ കെട്ടിച്ചിരിക്കുന്നത്? ആരും കെട്ടിച്ചിട്ടില്ല. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. സമയമായിട്ടില്ലായിരിക്കും. നിങ്ങളുടെ വീട് എവിടെയാ? ഞങ്ങൾ കടമറ്റത്തുള്ളവരാ. ഞാൻ സണ്ണി, ഇവൻ കറിയ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ.